ഫ്രണ്ട്സ്, ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ. ഇത് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇത് പെർഫെക്റ്റ് ആയിട്ട് 100% ഡിഫക്റ്റ് ഇല്ലാത്ത ഒരു മെഷീൻ ഒന്നുമല്ല. ജസ്റ്റ് ഇത് കണ്ടോ, ഈ ഒരു മോട്ടർ കണ്ടോ, ഇത് 12 വോൾട്ട് DC മോട്ടറാണ് വിത്ത് ഗിയർ ബോക്സ്. അതായത് പിള്ളേർക്ക് ഓടിക്കാനുള്ള ടോയ്സിലൊക്കെ വരുന്നതാ. ടോയ് സ്കൂട്ടർ, ബൈക്ക്, ടോയ് കാറിന്റെ അകത്തൊക്കെ വരുന്ന ഗിയർ മോട്ടറാണ് 12 വോൾട്ട് DC മോട്ടർ. ഇതിപ്പോ ഇതൊരു 12 വോൾട്ട് DC അഡാപ്റ്ററാണ്. 12 വോൾട്ട് DC അഡാപ്റ്ററിലേക്ക് നമ്മൾ ഇത് ഈ മോട്ടർ കൊടുക്കുമ്പോൾ ഇതുണ്ട് കറങ്ങുന്നേ. അപ്പോൾ ഇതുപോലെ കറങ്ങുന്ന ഒരു മോട്ടറാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഈ മോട്ടർ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഈ മെഷീൻ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുത്തേക്കുന്നത്. അപ്പൊ ഇത് ഞാൻ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്ന വീഡിയോ അല്ല. ജസ്റ്റ് താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റം. നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കിയത്. അതായത് ഇത് ഉണ്ടാക്കി വിൽക്കാനെന്നുള്ള ഉദ്ദേശത്തിലൊന്നും അല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ ഒരു സെൻസിൽ എടുത്തിട്ട് കാണുക. ഇതിന്റെ ഡീറ്റെയിൽഡ് മേക്കിംഗ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് കണ്ടോ, ഇതൊരു മൾട്ടിവുഡ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. മൾട്ടിവുഡിന്റെ പീസ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. നമുക്ക് ജസ്റ്റ് പാത്രം വെച്ച് റൊട്ടേറ്റ് ചെയ്യാനാണ്. ഇത് SS-ന്റെ റോഡ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സ്റ്റാൻഡ്. മോട്ടറിന് പ്രത്യേകിച്ച് ഓൾട്രേഷൻ ഒന്നും വരുത്തിയിട്ടില്ല. ഈ മോട്ടറിന്റെ ഈ ഭാഗത്ത് നമ്മളൊരു നട്ട് ബോർ ചെയ്ത് കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ നട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ബോൾട്ട് ഇല്ലേ, ഈ ബോൾട്ട് താഴോട്ടും മേളിലോട്ടും വരും. ഇവിടെ റിവേഴ്സ് ഫോർവേഡ് സ്വിച്ച് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ 12 വോൾട്ട് DC പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും സിമ്പിൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. 12 വോൾട്ട് DC അഡാപ്റ്റർ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യാവേ. ഇത് ബാറ്ററിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ 12 വോൾട്ട് DC ഇതിൽ കൊടുക്കുക കേട്ടോ. കൊടുത്തിട്ട് ഇപ്പൊ ഇതിന്റെ ആ ഒരു പിസ്റ്റൺ മേളിലേക്ക് മൂവ് ചെയ്യുന്ന കാണാം. നമുക്ക് ആ ലെവലിൽ മതി. ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇത് സാധാരണ ഇടിയപ്പത്തിന്റെ മെഷീൻ ഇല്ല, നമ്മൾ കയ്യിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ മെഷീന്റെ ബേസ് ആട്ടോ കേട്ടോ എടുത്തേക്കുന്നത്. ഇതെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് മാവ് നിറച്ചിട്ട് പിന്നെ ജസ്റ്റ് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു ട്രയൽ നോക്കാം കേട്ടോ. വെച്ചു, പ്ലേറ്റ് വെച്ചു, മാവ് നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കും കേട്ടോ. ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് മാവ് ജസ്റ്റ് അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ലോക്ക് ചെയ്തു. ഫുൾ റൊട്ടേറ്റ് ചെയ്യുന്ന ആവശ്യമില്ല. ഇനി നമ്മൾ മെഷീൻ ഓൺ ചെയ്ത് നോക്കാം കേട്ടോ, എന്നാ സംഭവിക്കുന്നു അറിയണമല്ലോ. നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് പിസ്റ്റൺ മേളിലേക്ക് എടുക്കുക. റിവേഴ്സിൽ ഇപ്പോൾ ഇത് മേളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണേ. അത് നമുക്ക് ഇതെടുത്ത് മാറ്റാം, അടുത്തതുണ്ടാക്കാം. ഇത് രണ്ടാമത് ഉണ്ടാക്കും കേട്ടോ. ജസ്റ്റ് കയറ്റിയിട്ടു, റൊട്ടേറ്റ് ചെയ്തു. ഇത് ഈ പിസ്റ്റന്റെ ലെവൽ നോക്കിയിട്ട് നമുക്ക് മാവ് തീർന്നു മനസ്സിലാക്കാം. എന്നിട്ട് ഈസി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാം, എടുത്ത് മാറ്റാം കേട്ടോ. ഫ്രണ്ട്സ്, ഇതൊരു കൗതുകത്തിന് വേണ്ടി മാത്രം ചെയ്ത വീഡിയോയാണ്. അതായത് നമ്മളൊക്കെ ഒരു താല്പര്യം തോന്നി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇരുന്ന് ചെയ്യുന്നതാണ് വീട്ടിലേക്ക് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ആ ഒരു സെൻസിൽ എടുക്കുക. അല്ലാതെ ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി പൈസ ഉണ്ടാക്കാനൊന്നും അല്ല, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാനൊന്നും അല്ല ഈ വീഡിയോ കാണിക്കുന്നത്. താല്പര്യമുള്ളവർക്ക്, ഇത് കാണുന്ന പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ ചെയ്തു നോക്കാം. ഇത് കൂട്ട് മോട്ടറൊക്കെ നമുക്ക് ഈ സ്ക്രാപ്പിലെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇഷ്ടം പോലെ മോട്ടർ നിസാര വിലയ്ക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ആ മോട്ടർ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഈ മോട്ടറിന്റെ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണിത്. ഇനി ഇതേ മോട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത്, ഞാനിവിടെ ഒരു മിനിയേച്ചർ ഡാം ഉണ്ടാക്കിയിട്ടുണ്ട്, ഡാമിന്റെ മോഡല്. ഇതേ മോട്ടർ വെച്ചിട്ടാണ് നമ്മളിവിടെ ഈ മിനിയേച്ചർ ഡാമിന്റെ ഷട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇടിയപ്പത്തിന്റെ മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്ന അതേ മെക്കാനിസം ആണ്
ഈ മോട്ടർ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടല്ലോ, ഈ ബോൾട്ട് മേളിലോട്ടും താഴത്തോട്ടും വരുമ്പോൾ ആ ഷട്ടർ പൊങ്ങും താഴുകയും ചെയ്യും. അതാണ് അതിന്റെ മെക്കാനിസം. ഈ ഡാമിന്റെ ഒക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടതാണ്, അതുകൊണ്ട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരേ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ്. ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ഇത് ചെറുപ്പം മുതലേ ഞാനിങ്ങനെ ഒക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിക്ക് നമ്മുടെ ഒരു പാഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, ആ ഇഷ്ടത്തിന്റെ പുറകെ പോകുന്നതുകൊണ്ട് മാത്രം ഉണ്ടാക്കുന്നതാണ്. ഇതുപോലെ എക്സ്ട്രാ ബ്രില്യന്റ് ആയിട്ടുള്ള ഐഡിയ ഒന്നുമല്ല, വെറുതെ സിമ്പിൾ ആയിട്ടുള്ള ഓരോരോ ചെറിയ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.